അസ്സലാമലൈക്കും. ഹായ് ഹോൾ. നമുക്കിന്നൊരു ബ്രെഡ് ഹൽവ ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറേ യൂട്യൂബേഴ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇച്ചിരി പഞ്ചസാരയും വേറെ പ്രത്യേകിച്ചൊന്നും ഇതിന് വേണ്ടി വരില്ല. ഞാൻ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരുപാട് മധുരപ്രേമിയല്ല ഞാൻ. പക്ഷേ എന്നാലും ചെറിയൊരു ക്രേവിങ്സ് വരുമ്പം എന്തെങ്കിലും ഇങ്ങനെ കാട്ടിക്കൂട്ടാൻ വേണ്ടി നോക്കും. ഒരു സിമ്പിളാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇച്ചിരി പാനിൽ ചൂടാകുമ്പോഴത്തെ ഇച്ചിരി ബട്ടർ ഒഴിച്ചിട്ട് ബട്ടറല്ല, നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡാണ്. ഞാനൊരു 5 സ്ലൈസാണ് എടുത്തത് കേട്ടോ. ബ്രെഡ് എടുത്തത് കാണിക്കാൻ വിട്ടുപോയി വീഡിയോയിൽ, സോറി. എന്നിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടി അതിലേക്ക് നെയ്യിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ. നല്ല ക്രഞ്ചി ആവണം. ഞാൻ ഇച്ചിരി വീഡിയോ ലെന്ത് കൂടുന്നതുകൊണ്ട് ഞാനിങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണേ. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഹൽവയാണ്. ഞാൻ കുറേ വീഡിയോസിൽ പലരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ബ്രെഡ് ഹൽവ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് കഴിച്ചത് രാമേന്ദ്രയിൽ നിന്ന് മേടിച്ച് കഴിച്ചായിരുന്നു. പിന്നെ ഒരു കല്യാണ വീട്ടിൽ കഴിച്ചായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒരു ഭയങ്കര ഹെവി മധുരമൊക്കെ ആയിരുന്നു. കാരണം ഞാൻ അത്ര മധുരപ്രേമി അല്ല. അതുപോലെ തന്നെ ഇക്കയും വലിയ മധുരപ്രേമിയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മധുരം വലിയ ഇഷ്ടമല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിനോടാണ് താല്പര്യം. പിന്നെ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ കേക്കൊക്കെ തന്നെ കഴിച്ചു തുടങ്ങി. അല്ലാതെ എന്നോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. മധുരം വളരെ ലോ ആയിട്ടൊക്കെയാണ് കഴിക്കാറുള്ളൂ ഞങ്ങൾ 2 പേര്. എന്നിട്ട് ബ്രെഡ് നന്നായിട്ട് നമ്മൾ ഫ്രൈ ആക്കണം. നല്ല ക്രഞ്ചി ഫ്രൈ ആകുമ്പോഴത്തേക്കും എന്താ ചെയ്യുക, കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ്, അതിനേക്കാളും വലിയ ടൈമൊന്നും എടുക്കത്തില്ല കേട്ടോ. ഒരു മാക്സിമം എല്ലാം കൂടെ ഒരു 10 മിനിറ്റിനകം. വേറെ ഒന്നുമില്ല. ക്യാമറ ഇടയ്ക്ക് വന്ന് മറിഞ്ഞ് വീണ് കേട്ടോ ഗൈസ്. സോ സാഡ്. കാരണം എനിക്കിത് വലുതായിട്ട് ഇതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഇത് ചെയ്യണം, യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ്. തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം, സോറി. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് ലോങ് വീഡിയോസൊന്നും ഇടാത്തത്. എനിക്കിതിനെക്കുറിച്ച് എഡിറ്റിങ്ങോ അങ്ങനെ യാതൊരു കാര്യങ്ങളും എനിക്ക് ഒരു അറിവില്ല. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര അങ്ങനെ ഇടുന്നു. ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല, ഒരു കപ്പൊക്കെ വേണ്ടി വരും. വളരെ ലൈറ്റ് മധുരമാണ് ഞങ്ങളുടേത്. നമുക്ക് കഴിക്കാനാണല്ലോ, വേറെ ആർക്കുമല്ലല്ലോ. അതുകൊണ്ട് വളരെ കുറച്ച് മധുരം തന്നെയാണ് ഞാൻ ഇട്ടത്. കുറച്ച് പഞ്ചസാര ഇട്ടു. ഞാൻ അതിൽ തന്നെ ഇട്ട് കൊടുക്കും. ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സെപ്പറേറ്റാണ് ഇത് മധുരം ഒക്കെ ആക്കുന്നത്. പക്ഷേ ഞാൻ അതിന് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടു. മറ്റൊരു 2 ഗ്ലാസ് അടുപ്പിച്ച് വരുന്ന വെള്ളം അത്രയും ഒഴിച്ചാൽ മതി. അതിലോട്ട് പഞ്ചസാര ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലോട്ടാവും ആ പഞ്ചസാര. അപ്പോഴത്തേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്കിതിൽ ചൂടുവെള്ളവും ഒഴിക്കാം കേട്ടോ. പക്ഷേ ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത്. ഞങ്ങളുടെ അത് പൈപ്പ് കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ, കിണറ്റ് വെള്ളമില്ല. ഞങ്ങൾക്കിവിടെ പൈപ്പ് വെള്ളമാണുള്ളത്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ എള്ളിട്ട് കേട്ടോ, കറുത്ത എള്ള് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് നട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നട്ട്സും കാര്യങ്ങളൊന്നും ഇടാത്തത്. ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഒരു 2 സ്പൂണ് പാൽപ്പൊടി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് പഞ്ചസാരയിൽ തന്നെ ആ ടേസ്റ്റ് വന്നോളും. വേറെ പ്രത്യേകിച്ചൊന്നും ബ്രെഡ് ഹൽവയ്ക്ക് ആവശ്യമില്ല. ബ്രെഡും പഞ്ചസാരയും ഇച്ചിരി നെയ്യുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നട്ട്സൊക്കെ ആവശ്യമുള്ള ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ലതുപോലെ ഇത് വരണ്ട ആ വെള്ളമൊക്കെ വറ്റി അബ്സോർവായി അത് നല്ല ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ ഈ കേസരിയുടെയൊക്കെ ആ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്കത് ഇറക്കാം. അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. തീർന്നു, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ അത് മറിച്ചിടാൻ പറ്റുന്നൊരു രീതിയാണ്. നമ്മൾ ഇതിൽ തവിയിലെടുത്ത് ഇങ്ങനെ മറിക്കുമ്പോൾ തന്നെ അത് മറിഞ്ഞ് വരുന്ന, അതാണ് എൻ്റെ പരുവം. കഴിഞ്ഞു കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.
വളരെ എനിക്ക് നല്ല പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് മധുരം വളരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇതെനിക്ക് കഴിച്ചിട്ട് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചായ ഇട്ടു, എന്നിട്ട് ഞാൻ ഈ ബ്രെഡ് ഹൽവയും കൂട്ടിയായിട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പണ്ട് കാലത്തിലൊക്കെ ഒരു സ്വീറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റാണ്